ഒറ്റക്കെട്ടായി മുന്നേറുന്നു. വഖഫ് നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം 1954 ഇന്ത്യയിൽ വഖഫ് നിയമം ഉണ്ടാകുന്നത്. ആ നിയമം ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ളതാണ്. ഇപ്പോൾ 2025 ലോകസഭയും രാജ്യസഭയും പാസാക്കി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ച ഈ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണഘടന തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെതിരായ പ്രതിഷേധം ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണ്. മുസ്ലിം മതവിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല ഇത്. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും എതിരായിട്ടുള്ള നിയമമാണ് ഇപ്പോൾ പാസാക്കിയിട്ടുള്ളത്. അതിൽ ഒരു വിഭാഗത്തെ മാത്രം, ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ മതവിശ്വാസികളുണ്ട്. പക്ഷെ അതിൽ ഒരു മതവിശ്വാസികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികാരപൂർവമുള്ള നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് പൗരത്വ നിയമ ഭേദഗതിയായാലും പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ടിട്ടായാലും ഇപ്പോൾ വഖഫ് നിയമമായാലും ഇതെല്ലാം ഇന്ത്യയിലെ മതന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗം എന്ന് പറയുമ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും പ്രബലമായ വിഭാഗമാണ് മുസ്ലിം ജനവിഭാഗം എന്നുള്ളത് കൊണ്ടാണ്. കാരണം അത് പ്രബലമായ വിഭാഗത്തെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ദുർബലമായ വിഭാഗത്തെ പിന്നെ കൈകാര്യം ചെയ്യുന്നതിന് എത്ര എളുപ്പമായിരിക്കും എന്ന് നമുക്കറിയാം. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ 954 ശേഷം 64 ഭേദഗതി ചെയ്തു, 2013 വഖഫ് നിയമം ഭേദഗതി ചെയ്തു. പക്ഷെ ആ ഭേദഗതികളെ എല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലാണ് പുതിയ ഭേദഗതി വന്നിട്ടുള്ളത്.